നിങ്ങൾ നെറ്റിലും എല്ലാം ചുമ്മാ അടിച്ചു നോക്കുക. മസാരോ ഇമോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാൻകാരനായ ശാസ്ത്രജ്ഞന് ഇതിനെ കൃത്യമായ രീതി തെളിയിച്ചു. എങ്ങനെയാണെന്നറിയാമോ? ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഇതേപോലെ പോസിറ്റീവായിട്ടുള്ള സജഷൻസ് നല്ലവണ്ണം കൊടുത്ത ശേഷം അതിനെ ഫ്രീസ് ചെയ്യാൻ വെച്ചു. ഫ്രീസ് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ ക്രിസ്റ്റലുകൾ, ആ ഐസ് കട്ടയുടെ ക്രിസ്റ്റലുകൾ നോക്കിയപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള, ഓർഡർ അനുസരിച്ചുള്ള, ഡിവൈനായിട്ടുള്ള ഒരു പ്രതിഫലനം അതിനകത്ത് കിട്ടിയത്. അതേപോലെ തന്നെ മറ്റൊരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് ഒരുപാട് നെഗറ്റീവുകൾ മാറി 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 അപ്ലൈ ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് അതും ഫ്രീസ് ചെയ്ത് വെച്ചു. അത് തിരിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ക്രിസ്റ്റലുകൾ കംപ്ലീറ്റ് ബ്ലറായിട്ട് പൊട്ടിച്ചെതറി ചിന്നിച്ചെതറിയ പോലുള്ള അവസ്ഥയാണ്. ഇത് ഇദ്ദേഹം മനസ്സിലാക്കാൻ കാരണം നമ്മുടെ ആത്മീയതയിലേക്ക് പലപ്പോഴും അത് ഏത് മതങ്ങളിലാണ്, ഇസ്ലാം മതത്തിലായിരിക്കും, മുസ്ലിം മതത്തിലായിരിക്കും, ഹൈന്ദവ മതത്തിലായിക്കോട്ടെ, ഈ ജലത്തെ ഒരു മീഡിയമായിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്പിരിച്വൽ ആക്ടിവിറ്റി, ഇതിൻ്റെ രഹസ്യം എന്ത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പോൾ നോക്കൂ, ഈ മസാരോ ഇമോട്ടോ കണ്ടുപിടിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയതയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓതി ഒഴിക്കുക, അല്ലെങ്കിൽ ജലം തളിക്കുക, ജലശുദ്ധി, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതിൻ്റെ ഒരു ശാസ്ത്രീയത എന്ന് പറഞ്ഞ ഇതാണ്.